ശ്രീ എം പ്രകാശൻ, നാടാകെ ഇന്ന് പ്രതിഷേധ പരിപാടികളായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗമായി. ഇന്ന് BJP-യും യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഒക്കെ തെരുവിലാണ്. പക്ഷേ ഇന്നലെ തുടങ്ങിയ പ്രതിഷേധത്തെ മരണവ്യാപാരികളുടെ ആഭാസ നൃത്തമായിട്ടാണ് CPM-ന് കാണാനാകുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രതിഷേധത്തെ ഒരു ആഭാസ നൃത്തമായി നിങ്ങൾ കാണുന്നത്? ഇതിനെ CPM ഇതൊരു മരണവ്യാപാരികളുടെ ആഭാസ നൃത്തമാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ദുരന്തങ്ങൾക്ക് വേണ്ടി വേഴാമ്പലിനെ പോലെ കാത്തു നിൽക്കുന്ന പ്രതിപക്ഷത്തെയും അതുപോലെ നിങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകരെയുമാണ്. നിർഭാഗ്യകരമായിട്ടൊരു കാര്യമാണിത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത വലിയ മുന്നേറ്റമാണ് ആരോഗ്യമേഖല നേടിയത് എന്നുള്ളത് അവിതർക്കിതമായ സംഗതിയാണ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ആരോഗ്യമേഖല നേട്ടങ്ങൾക്ക് ആഗോള അംഗീകാരമായിട്ട് വിക്ടോറിയൻ പാർലമെൻറ്റ് ആദരിച്ചത് മറ്റാരെയുമല്ല, ഇന്നത്തെ മന്ത്രി വീണ ജോർജിനെയാണ്. RCCക്ക് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം കിട്ടിയത് ഇക്കാലത്താണ്. ഇന്ന് ഈ കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവുമേറെ സൗജന്യ ചികിത്സ നൽകിയതിനുള്ള അവാർഡ് വാങ്ങിക്കൊടുത്തിരിക്കുന്ന കേരളമാണ്. 2016 ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 50,000 പേർക്ക് സൗജന്യ ചികിത്സ കിട്ടിയ സ്ഥലത്ത് ഇന്ന് LDF ഗവൺമെൻറ്റിൻ്റെ ആദ്യ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 2.5 ലക്ഷം, ഇന്ന് 6 ലക്ഷമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ എത്രയേറെ ആളുകളാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ആരോഗ്യരംഗത്തെ കേരളത്തിന്റെ നേട്ടം അങ്ങ് പറയുന്നതിനോട് യോജിക്കുകയാണ്. കേരളത്തിന് നേട്ടമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളം മുന്നിൽ തന്നെയാണ്. പക്ഷേ അത് ഈ 9 വർഷം കൊണ്ടുണ്ടായ നേട്ടമാണോ? കേരളം ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ കേരളത്തിന് ആ നേട്ടമുണ്ട്. ആരോഗ്യരംഗത്തെ നേട്ടം എന്നുള്ളത് വിദ്യാഭ്യാസ രംഗത്തും ആ രൂപത്തിൽ നേട്ടമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അത് ഈ 9 വർഷം കൊണ്ടുണ്ടാക്കിയതാണ് എന്ന അഭിമാനം പറയേണ്ട, അഭിമാനവാചകങ്ങൾ നിങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് പറയേണ്ട സമയമാണോ ഇതാ എന്നതാണ് ചോദ്യം. അങ്ങ് പറഞ്ഞല്ലോ ആഭാസ നൃത്തം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. ദേശാഭിമാനിലെ എഡിറ്റോറിയലിലെ തലക്കെട്ടാണ് ഞാൻ വായിച്ചത്. മരണവ്യാപാരികളുടെ ആഭാസ നൃത്തം, അത് തലക്കെട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത് ചോദിച്ചത്. ഇനി പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ. ഇവിടെ കേരളത്തിൽ എന്തുകൊണ്ടാണ് ആരോഗ്യ മേഖലക്ക് ഈ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭരിച്ചല്ലോ 11 മുതൽ 16 വരെ ഒരു നിലക്കും ഒരു അന്തർദേശീയ ആഗോള അംഗീകാരം ഈ കേരളത്തിൽ കിട്ടിയിട്ടില്ലല്ലോ. ഇപ്പോൾ വൃക്കരോഗ ചികിത്സ, വൃക്ക മാറ്റിവെക്കൽ ഉണ്ടായിട്ടുണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത്. ഇവിടെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെയും അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെയും കാര്യമെടുത്ത് പരിശോധിക്കുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ ഈ പറയുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പിന്നെ ഈ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകേണ്ട ഒരു സ്ഥാനത്തേക്ക് എത്തിയത്. അതുപോലെ തന്നെ അവർ ചരിത്രത്തിൽ ആദ്യമായിട്ട് ദേശീയ റാങ്കിങ്ങിലേക്ക് എത്തിയത് എപ്പോഴാണ്? ഈ കേരളത്തിൽ LDFൻ്റെ ഗവൺമെൻറ് വന്നതിന് ശേഷമല്ലേ. ഇത്രയേറെ ആരോഗ്യരംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കിയ മറ്റൊരു കാലമില്ല എന്നുള്ള വസ്തുതയാണ്. അത് ആരെയാണ് അലോസരപ്പെടുത്തുന്നത്? അത് അലോസരപ്പെടുത്തുന്നത് ആരോഗ്യ മേഖലക്കകത്ത് വലിയ നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകളെയാണ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് 10,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ ലോകത്തുള്ള വലിയ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ ഈ കേരളത്തിൽ നടത്തിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാ? ഈ കേരളത്തിനകത്തുള്ള ആരോഗ്യ മേഖലയെ തങ്ങളുടേതാക്കി മാറ്റാനാണ്. അതിനെന്ത് വേണം? അതിന് കേരളത്തിലെ പൊതു ആരോഗ്യരംഗം തകരണം, അത് മോശമാണെന്ന് വരുത്തണം. കേരളത്തിലെ കോർപ്പറേറ്റുകൾ കേരളത്തിലേക്ക് വരുന്നതിനെയും നിങ്ങൾ സ്വീകരിക്കുന്നവരല്ലേ? പിന്നെ എങ്ങനെയാണ് ആ രൂപത്തിൽ അതിനോട് പ്രതികരിക്കുക? ഒരു മിനിറ്റ്, നമ്മുടെ വിഷയം ഒരു മരണമാണല്ലോ ശ്രീ എം പ്രകാശൻ. ഒരു മരണം ഇവിടെ സംഭവിക്കുമ്പോൾ ഈ നേട്ടങ്ങളുടെ പട്ടികയാണ് പറയേണ്ടതെന്നാണ് എന്റെ ആദ്യത്തെ ചോദ്യം. നിങ്ങൾക്ക് കിട്ടിയ ഒരു സമ്മാനമാണ് ദുരന്തം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയ ഒരു വലിയ വീണ് കിട്ടലാണ് ദുരന്തം. കാത്തു നിൽക്കാണ്. ആരെങ്കിലും മരിക്കട്ടെ. സ്മൃതി പരുത്തിക്കാട് ഉൾപ്പെടെ, സ്മൃതി പരുത്തിക്കാട് അടക്കം, ഞാൻ പറഞ്ഞല്ലോ സ്മൃതി പരുത്തിക്കാട് അടക്കം, ഞാൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് മലയാളം മനസ്സിലാവുന്നില്ലേ? സ്മൃതി പരുത്തിക്കാട് അടക്കമുള്ള മാധ്യമപ്രവർത്തകർ, ഈ കേരളത്തിലെ BJP കോൺഗ്രസ് പ്രതിപക്ഷം, അവരാ കാത്തു നിൽക്കുന്നത്. അവര് മരണം ഉണ്ടാവട്ടെ, ദുരന്തം ഇവിടെ ആനകൊപ്പിന് കുത്തി ആളെ കൊല്ലട്ടെ. ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ ശ്രീ എം പ്രകാശൻ, നിങ്ങളാണ് പ്രതിപക്ഷത്തെങ്കിൽ ഇങ്ങനെ ഒരു മരണം മെഡിക്കൽ കോളേജിലെ കെട്ടിടത്തിന്റെ ഒരു ഭാഗം, പഴകിയ കെട്ടിടം അടർന്നു വീണ് ഒരു സ്ത്രീ മരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങളാണ് പ്രതിപക്ഷത്തെങ്കിൽ. എല്ലാ സ്മൃതി, താങ്കൾക്ക് അറിയുമോ ഈ കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ ഒരു ഗവർണർ അണുബാധയേറ്റ് മരിച്ചിട്ടുണ്ട്? നിങ്ങൾക്കറിയോ? നിങ്ങൾ അന്ന് ഈ പറയുന്ന UDFന്റെ ചേരിയിലല്ല, അവർ നിങ്ങൾ ഓർമ്മിക്കാനിടയില്ല. അന്നത്തെ മന്ത്രി UDFന്റെ മന്ത്രിയാണ് കടവൂർ ശിവദാസൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ലല്ലോ. ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾക്കിത് വാർത്തയാവുന്ന മറ്റൊന്നും കൊണ്ടല്ല.
കേരളത്തിൽ LDF ഗവൺമെന്റ് ഭരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. പ്രകാശൻ, താങ്കൾ ഏതൊരു ചേരിയെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചേരിയിലാണ് എന്ന് നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഒരു ചോദ്യം ചോദിക്കുമ്പോഴേക്കും നിങ്ങൾ ഏതെങ്കിലും ചേരിയെ അല്ലല്ല. ഞാൻ ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ. നമ്മൾ കേരളം ഇന്നോ ഇന്നലെയോ ആയിക്കോട്ടെ, എനിക്കും കേരളത്തിലെ മാധ്യമ ലോകത്തിനും എനിക്കും സ്മൃതി പരുത്തിക്കാടിന് അറിയുന്ന ഇന്നും ഇന്നലെയൊന്നുമല്ല. ആയിക്കോട്ടെ, 9 വർഷമായിട്ടല്ലോ അറിയുന്നത് അല്ലേ? ഈ 9 വർഷമായിട്ടല്ലല്ലോ നിങ്ങൾ അറിയുന്നത്. പക്ഷെ നിങ്ങൾക്ക് 9 വർഷത്തെ ഓർമ്മയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ 9 വർഷത്തെ ഓർമ്മ. നമ്മുടെ വിഷയത്തിലേക്ക് വരാം ശ്രീ പ്രകാശൻ. ബിന്ദു എന്ന ഒരു സ്ത്രീ മരിക്കുമ്പോൾ, ശരി, എനിക്ക് 50 വയസ്സായിട്ടില്ല. ഒരു ഒറ്റ കാര്യം ഞാൻ ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ. ബിന്ദു എന്ന ഒരു സ്ത്രീ ഇവിടെ മരിക്കുമ്പോൾ, ഒരു മിനിറ്റ്, കെട്ടിടം വീണ് മരിക്കുമ്പോൾ, കെട്ടിടത്തിന്റെ ഭാഗം വീണ് മരിക്കുമ്പോൾ അതിനാരാണ് ഉത്തരവാദി എന്നൊരു ചോദ്യമുണ്ടല്ലോ. സർക്കാരിന് അതിനുള്ള ഉത്തരവാദിത്വം എത്രത്തോളമുണ്ട്? ഒരു വരി പോലും ഞങ്ങൾക്കിതിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന വരി ഏതെങ്കിലും ഒരു മന്ത്രി, ഭരണപക്ഷത്തിന് ഏതെങ്കിലും ഒരാൾ ഒരു ശബ്ദം, അങ്ങനെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടോ ശ്രീ പ്രകാശൻ? ഒരാളുടെ പ്രതികരണം? കേരളത്തിൽ ഒരു കെട്ടിടം വീണും ഒരാൾ പിന്നെ മരിച്ചാൽ അതിന് ഉത്തരവാദിത്വം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കെട്ടിടം വീണ് മരിക്കുന്നു, ഉത്തരവാദി നിങ്ങളുടെ അച്ഛനാണെന്ന് പറയാൻ കഴിയുമോ? പറയാൻ കഴിയില്ലല്ലോ. നല്ല മറുപടി. നിങ്ങൾ ഒരു കെട്ടിടം വീണ് ഒരു സ്ത്രീ മരിച്ചു, തികച്ചും നിർഭാഗ്യകരം. പക്ഷെ അത് ഒരു ആഘോഷമായിട്ട് 7 ദിവസക്കാലമായല്ലോ. നിങ്ങൾക്ക് ആഘോഷമാണ്. അല്ല, ആഘോഷമായി നിങ്ങൾക്ക് തോന്നുന്നു, പ്രതിഷേധമായി ഞങ്ങൾക്ക് തോന്നുന്നു. നിങ്ങളെ സംബന്ധിച്ച് ആഘോഷം ഈ നമ്പർ വൺ പ്രൊപ്പഗാൻഡ മാത്രമാണല്ലോ നിങ്ങളുടെ ആഘോഷം ശ്രീ പ്രകാശൻ. ഞാൻ ചോദിക്കട്ടെ സ്മൃതി, ഞാൻ ചോദിക്കട്ടെ, 7 ദിവസമായിട്ട് നിങ്ങൾ നടത്തുന്ന ചർച്ച എന്തിനെ പറ്റിയാ? ആശുപത്രിയിൽ ഒരു ശസ്ത്രയ്ക്ക് ഒരു ഉപകരണം കിട്ടിയില്ല. ഒരു കാലവർഷത്തിൽ ഒരു കെട്ടിടം വീണ് ഒരു സ്ത്രീ മരണപ്പെട്ടു. ഇതല്ലേ 7 ദിവസക്കാലം ചർച്ച ചെയ്യുന്ന വിഷയം? അല്ല ഭൂകമ്പമൊന്നും അല്ലല്ലോ, അല്ല ഗവർണർ മരിച്ചു പോയതൊന്നും അല്ലല്ലോ. അപ്പോൾ ഒരു തുലാസിലിട്ട് അളക്കുകയാണ് അല്ലേ? അപ്പോൾ ഗവർണറുടെ ജീവനാണോ ഒരു സാധാരണക്കാരുടെ ജീവനാണോ? അങ്ങ് തന്നെയാണ് പറഞ്ഞത്, അങ്ങയുടെ വാചകമാണ്. ഗവർണർ ഒന്നുമല്ലല്ലോ എന്നതിന്റെ അർത്ഥം എന്താണ് ശ്രീ പ്രകാശൻ? ഒരു ഗവർണർ എന്നൊന്നല്ല ഞാൻ ചോദിച്ചേ. നിങ്ങൾ കാണികളെ തെറ്റിദ്ധരിപ്പിക്കരുത്. കാണികൾ കേൾക്കുകയും കാണുകയുമാണല്ലോ. ഇവിടെ ഗവർണർ മരിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ. ആയിക്കോട്ടെ, അതിൽ എനിക്ക് സംശയമില്ലോ. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശ്രീ പ്രകാശൻ, ഇപ്പോൾ സംഭവിച്ചതിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഉടനെ പുറകോട്ടേക്ക് പായും. നിങ്ങൾക്ക് ഉടനെ ഡേറ്റ കിട്ടും, അതിന്റെ പട്ടിക കൃത്യമായി കിട്ടും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ കണക്കുകൾ വളരെ വേഗം കിട്ടും. പക്ഷെ ആ കെട്ടിടം വീണത് എങ്ങനെയെന്ന കണക്ക് കിട്ടില്ല, അതിന്റെ വിവരം കിട്ടില്ല. അതിന് കുറച്ച് താമസമുണ്ട്, അതിന് കുറച്ച് സമയം പിടിക്കും. അതാണ് കാര്യം. ഞാൻ താങ്കളിലേക്ക് വരാം. കെട്ടിടം വീണു ശരി. ഞാൻ ചോദിക്കുന്നത്, ആശുപത്രിയിൽ ഒരു ഉപകരണം കിട്ടിയില്ല, ഒരു കെട്ടിടം വീണ് മഴയത്ത് ഒരു സ്ത്രീ മരിച്ചു. ഇത് കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്ന് പറയുന്നതിന് ന്യായമാണോ? ആരോഗ്യമന്ത്രിയാണ് ഇവരെ കൊന്നതെന്ന് പറയുന്നത് ന്യായമാണോ? ആരോഗ്യമന്ത്രി കൊന്നു എന്ന വാചകമൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ശ്രീ പ്രകാശൻ. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതിനാർക്കെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ? ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം എന്തായിരുന്നു? എന്നതും പ്രധാനമാണല്ലോ. ആ മരണത്തിൽ അനുശോചിക്കുന്നതിന് പകരം ആദ്യവാചകം മന്ത്രിയുടെ വാചകം എന്നുള്ളത് അപകടം നടന്ന ഉടനെ പറഞ്ഞത് 3 പേർക്ക് പരിക്കേയുള്ളൂ എന്നാണ്. അല്ല, അപകടം നടന്ന ഉടനെ പറയുന്നത് 3 പേർക്ക് പരിക്കേയുള്ളൂ എന്നായിരുന്നു. അതിനുശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ, അതായത് മരണം സ്ഥിരീകരിച്ച ശേഷം നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഉടനെ മന്ത്രി എത്തി 2013 ഡേറ്റയുമായിട്ട്. അപ്പോൾ ഡേറ്റ വിവരിക്കലാണ് നിങ്ങളുടെ ഒരു തന്ത്രം. നിങ്ങളുടെ കാലത്തെ കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ വേഗം 9 വർഷം പിന്നോട്ടോട്. അങ്ങനെ പിന്നോട്ടോടാനല്ലോ നിങ്ങളെ തിരഞ്ഞെടുത്തത്. ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ സണ്ണിയം കബിക്കാട്, ഇതിൽ രാഷ്ട്രീയമുണ്ട്, ഇവിടുത്തെ വിമർശനങ്ങളിൽ രാഷ്ട്രീയമുണ്ട്. കളവായ പ്രസ്താവന നടത്തി മറ്റൊരാളിലേക്ക് പോകാൻ പറ്റില്ല. എന്താണ് കളവ്? മന്ത്രി പറഞ്ഞ വാചകം ഞാൻ വായിക്കാം. ഇവിടെ ഈ പറയുന്ന സംഭവം നടന്ന ഉടനെ പത്രക്കാർ ചോദിച്ചപ്പോ മന്ത്രി പറഞ്ഞ കാര്യം, വീണു പറഞ്ഞത്, മറ്റാരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നതായി ഇപ്പോൾ വിവരമില്ല, പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാസവൻ പറഞ്ഞ കാര്യം, JCB കൊണ്ടുള്ള പരിശോധന നോക്കാം
ഇത് നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇല്ല മറ്റാരും കുടുങ്ങിക്കിടക്കുന്ന വാചകമേ ഇല്ല. ശ്രീ എം പ്രകാശൻ കുടുങ്ങിക്കിടക്കൽ എന്ന വാചകമൊന്നുമില്ല. അത്തരമൊരു പരിശോധനയിലേക്ക് പോയിട്ടില്ല. പരിക്കേറ്റ 3 പേർ നിസ്സാര പരിക്കുകളേ ഉള്ളൂ. അവരെ അവിടെ മാറ്റിയിട്ടുണ്ട്. അവർക്ക് ചികിത്സ കൊടുക്കുന്നുണ്ട്. ഇത് പഴയ കെട്ടിടം, ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്നുള്ളതാണ് നമ്മുടെ നിങ്ങൾ അതെ പഴയ കെട്ടിടത്തെ സംബന്ധിച്ച് ജയകുമാർ പറഞ്ഞല്ലോ, ഉപയോഗിക്കാത്ത ടോയ്ലറ്റ് ഉപയോഗിക്കാതെ ഇല്ലല്ലോ. നിങ്ങൾ ജയകുമാർ പറഞ്ഞ കേട്ടില്ല. എന്താണ് ഈ ജയകുമാർ പറയുന്നതാണോ സൂപ്രണ്ട്? നിങ്ങൾ ശ്രീ എം പ്രകാശൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞതൊക്കെ പിന്നീട് അവർ മാറ്റുന്നു. അവിടെ പരിക്കേറ്റവരുടെ അല്ലെങ്കിൽ അപകടത്തിന് ശേഷം ആ ശുചിമുറി ഉപയോഗിച്ച കൂട്ടിരിപ്പുകാർ നടത്തിയ പ്രതികരണമൊന്നും അങ്ങ് കണ്ടിട്ടില്ലെങ്കിൽ അത് സങ്കടകരമെന്നല്ലാതെ ഒന്നും പറയാനില്ല. അതിനുശേഷം വന്ന പ്രതികരണങ്ങൾ സത്യാവസ്ഥ പിന്നെയല്ലേ പുറത്തു വരുന്നത്. തകർന്നു വീണത് അടഞ്ഞു കിടന്ന ഒരു ശുചിമുറിയല്ല. താല്പര്യമുണ്ട്. ശരി, അത് നമുക്ക് വ്യക്തിപരമായ വിഷയത്തിലേക്ക് ചർച്ച മാറ്റണ്ട. ശ്രീ എം പ്രകാശ് നമ്മുടെ മുന്നിലെ വിഷയമാണ് ചോദിക്കുന്നത്. ഞാൻ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം പറയുന്നില്ല. ഞാൻ പറയുന്നത് അവിടെ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് ജയകുമാർ ഇന്ന് ദേശാമനിലുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കണം. ദേശാഭിമാനി നിങ്ങൾക്ക് വായിക്കുന്നില്ല, എക്സ്പ്രസ് ചെയ്തൊന്നുമില്ലല്ലോ. ഒന്ന് വായിച്ചു നോക്കണം. അദ്ദേഹം പറഞ്ഞെന്താ, 14 വാർഡുകളിലെ ടോയ്ലറ്റ് ദേശാഭിമാനി മാത്രമല്ല എല്ലാ പത്രക്കാരോടും പറഞ്ഞിട്ടുണ്ട്. എല്ലാ പത്രക്കാരോടും പറഞ്ഞു നിങ്ങൾ കൊടുക്കൂല. നിങ്ങൾ കൊടുക്കാത്തതുകൊണ്ട് ദേശാഭിമാനി എടുത്തു കൊടുത്തു. അത്ര ജയകുമാർ ഉപയോഗിക്കുന്ന ശുചിമുറിയുമുണ്ട്. ശ്രീ എം പ്രകാശൻ ഉപയോഗിക്കുന്ന ശുചിമുറിയുമുണ്ട് തകർന്നു വീണതിൽ. പറയുന്നത് കേൾക്കുക നിങ്ങള്. ഉണ്ടതില്ലെന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഇല്ലെന്നല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് 14 വാർഡുകളിലെ ശുചിമുറി പൂട്ടിയതാണ്. ആ പൂട്ട് അടിച്ചു പൊളിച്ചാണ് ഞങ്ങൾ തുറന്നത്. മറ്റൊരു വാർഡിനകത്തുള്ള ശുചിമുറി അതിനകത്ത് ആളുകൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ചതാണ്. അതാണല്ലോ പറഞ്ഞത്. നിങ്ങൾ പറയുന്നത് എന്താ? നിങ്ങൾ പറയുന്നത് ഇതാകെ ഉപയോഗിക്കുന്നതാണ്. ഇത് അവിടെ എന്തോ അനാസ്ഥ ഉണ്ടായിട്ടുള്ളതാണ്. അതുപോലെ മന്ത്രി വന്നിട്ടാണ് ഈ പറയുന്നതെല്ലാം തന്നെ അവിടെ രക്ഷാപ്രവർത്തനം വൈകിച്ചത് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. എന്താ സൂപ്രണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യം? സൂപ്രണ്ട് സമയം പറഞ്ഞു. 10:50 സംഭവം. 11:05 ഫയർഫോഴ്സ് എത്തി. അപ്പോൾ തന്നെ അവർ ഓപ്പറേഷൻ ആരംഭിച്ചു. 11:50 മന്ത്രിമാരെത്തി. ഫയർഫോഴ്സ് 12 മണിക്കാണ് വന്നത്. ശ്രീ എം പ്രകാശൻ ഇതൊക്കെ തത്സമയം ആ ദൃശ്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ എം പ്രകാശൻ ആ കെട്ടിടം വീണ നിമിഷം മുതൽ ആ വാർത്തയിൽ നിന്ന് മാറിയല്ല. കളവല്ല നമ്മുടെ മുന്നിൽ കൂടിയാണ് എല്ലാം സംഭവിക്കുന്നത്. തത്സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ എം പ്രകാശൻ അവിടത്തെ ഈ സംഭവം സംബന്ധിച്ച് ആരാണ് ഈ സംഭവം സംബന്ധിച്ച് നിങ്ങൾ കൃത്യമായിട്ട് വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ തത്സമയം കാണുകയല്ലേ? നിങ്ങൾക്കത് വാർത്ത എനിക്കറിയാം. സ്മൃതിക്കോ റിപ്പോർട്ടൊന്നും വാർത്തയാവില്ല. കാരണം നിങ്ങൾക്ക് അനുകൂലമായ വാർത്തയല്ലത്. അദ്ദേഹം പറഞ്ഞു 10:50 സംഭവം. 11:05 ഫയർഫോഴ്സ് എത്തി. 15 മിനിറ്റ് കൊണ്ട് അവിടെയുള്ള മുഴുവൻ പേരും ഇവാക്യുവേറ്റ് ചെയ്തു. 11:50 മന്ത്രിമാരെത്തി. ഞാനും വാസവനും ഒന്നിച്ചാണ് അതിനകത്ത് കയറിയത്. 11:52 ആദ്യ ഹിറ്റാച്ചി എത്തി. 11:57 രണ്ടാമത്തെ ഹിറ്റാച്ചി എത്തി. പക്ഷെ അങ്ങോട്ടേക്ക് ഇപ്പോൾ വിസ്തൃതം പറഞ്ഞല്ലോ. മരിച്ച ബിന്ദുവിന്റെ ഭർത്താവ് പറഞ്ഞു അവിടേക്ക് ഒരു നിങ്ങൾക്ക് വാർത്തയാവില്ല. അദ്ദേഹത്തിന് വർത്താനം പറയാം. പ്രതിഷേധം ഉണ്ടാവില്ല. കാരണം രാഷ്ട്രീയല്ലേ. പ്രതിഷേധം ഉണ്ടാവും. അത് രാഷ്ട്രീയമാണ്. നിങ്ങളെ പോലുള്ള അതേ രാഷ്ട്രീയമാണിത്. മറ്റേ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ വെറുതെ പിന്നെ സ്വയം ഉണ്ടാകുന്നല്ല. BJP അവരെത്ര കാലം പ്രതിഷേധം ഉണ്ടാവും. 2013 മാഡം നിങ്ങൾ കളവ് പറഞ്ഞിട്ട് പോരുതെന്ന്. നിങ്ങൾ വസ്തുത പറഞ്ഞാൽ ഞാൻ പിന്നെന്താ നിങ്ങൾ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല. അതെ 2016 വരെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല. 16 LDFന്റെ ഗവൺമെന്റ് ശൈലജ ടീച്ചർ വന്നപ്പോൾ നടപടി നീക്കി. 18 പുതിയ ബിൽഡിംഗ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. 2 കൊല്ലക്കാലം കോവിഡ് കൊണ്ട് നടന്നില്ല. 21 പണി ആരംഭിച്ചു. ഇപ്പോൾ പണി പൂർത്തീകരിച്ചു. അതൊന്നും നിങ്ങൾ പറയുന്നില്ലല്ലോ. കാരണം നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല. LDF ഗവൺമെന്റ് ചെയ്താണല്ലോ. നിങ്ങൾക്ക് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാർത്തകൾക്കിടയിൽ അത് കണ്ടുപിടിച്ച് പറയല്ലേ. നിങ്ങൾ പറഞ്ഞ് കളവ് ഞാൻ പറയാം. ഒരാൾ കുടുങ്ങിക്കിടക്കുന്നില്ല. മന്ത്രിമാർ പറഞ്ഞിട്ടേ ഇല്ല.
നിങ്ങൾ മന്ത്രിമാർ പറഞ്ഞതായിട്ട് അതിന് വീഡിയോ കാണിച്ചാൽ അങ്ങനെയൊന്നും നിങ്ങൾ ആരോട് പറയുന്ന പറഞ്ഞിട്ടില്ല. പണി ആദ്യം എടുക്കും. ശ്രീ എം പ്രകാശൻ അവിടെ പറയാത്ത മന്ത്രിമാരുള്ള വാചകങ്ങൾ ആരുടെ വായിൽ സമയത്ത് തിരുകണ്ട. ഒറ്റ കാര്യമുള്ളൂ 3 പേർക്കേ പരിക്കേറ്റിട്ടുള്ളൂ. നിസ്സാര പരിക്കാണ്, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഉപയോഗിക്കാത്ത കെട്ടിടമാണ് എന്ന് മന്ത്രി അവിടെ പറയുന്നതോടുകൂടി തിരച്ചിലുള്ള ആലോചനകൾ അവിടെ നടക്കുന്നില്ല. അതാണ് പ്രശ്നം. വരാം. ഇല്ല, നമ്മളാരും പറഞ്ഞിട്ടില്ല. ശ്രീ സണ്ണിയം കവിക്കാട് അടുത്ത ആളിലേക്ക് പോകട്ടെ. ശ്രീ എം പ്രകാശൻ അടുത്ത ആളിലേക്ക് പോകട്ടെ. ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കും. ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കും. ലക്ഷ്യം ഇപ്പൊ 4 ശരി, ലക്ഷ്യത്തിലേക്ക് വരാം. ലക്ഷ്യത്തിലേക്ക് വരാം. 4 പേര് ലക്ഷ്യത്തിലേക്ക് വരാം. അങ്ങേക്ക് വരാം. ആയിക്കോട്ടെ, 15 മിനിറ്റ് അങ്ങേക്ക് മാത്രമല്ലേ തന്നത്? ചർച്ചയാണിത്. 15 മിനിറ്റ് അങ്ങേക്കാണല്ലോ കിട്ടിയത്. ശ്രീ എം പ്രകാശൻ കളവ് പറഞ്ഞു പോകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയ സമയം ന്യായമായിട്ടാണ് വിനിയോഗിച്ചെങ്കിൽ ഞാൻ ഒരു വാക്കധികം പറയില്ല. നിങ്ങൾ 4 പേരെ വിളിക്കുക ഗവൺമെന്റിനായിട്ട് പറയാൻ, എന്നിട്ട് എന്നോട് ഗവൺമെന്റിനായിട്ട് ഒരുപാട് കളവുകൾ പറയുക. പിന്നെ അതിന് മറുപടി പറയാൻ പിന്നെ ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ നിങ്ങൾ ക്ഷണിച്ചിട്ട് വന്നതാണേ. അവിടെ പറഞ്ഞു അങ്ങയുടെ വാദം പൂർത്തിയായെങ്കിൽ ഞാൻ അടുത്ത ആളിലേക്ക് പോകട്ടെ. അങ്ങ് പറഞ്ഞത് ആവർത്തിക്കാതിരിക്കൂ ദയവ് ചെയ്തിട്ട്. പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കൂ. പറഞ്ഞു കഴിഞ്ഞല്ലോ. അടുത്ത ഘട്ടത്തിൽ അങ്ങയിലേക്ക് വരാം. റിപ്പീറ്റ് ചെയ്യണ്ട. ശ്രീ സണ്ണിയം കവിക്കാട്, താങ്കൾ കോട്ടയം ജില്ല ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.